രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ സൈനികർക്ക് മുമ്പിൽ തല കുനിക്കുകയാണ്. അല്ലെങ്കിലും തല കുനിച്ചേ പറ്റൂ. കാരണം സമാധാനം പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നത് തന്നെയാണ്. കൊല ചെയ്യപ്പെട്ട് വീണുടഞ്ഞ മനുഷ്യർ ആരും തന്നെ സാധാരണക്കാരായ മനുഷ്യരല്ല. ഞാനും നിങ്ങളുമൊക്കെ സുരക്ഷിതരായി ഉറങ്ങാൻ പാകത്തിന് ഈ രാജ്യത്തിന്റെ സൈന്യം അവർ കാവൽ നിൽക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കിയപ്പോൾ തൊട്ട് BJP പറഞ്ഞത് രാജ്യം ഇനി അങ്ങോട്ട് സുരക്ഷിതമാണ് എന്നാണ്. ആ വഴി രാഹുൽ നടന്നു നീങ്ങിയപ്പോൾ പറഞ്ഞു മോദിയോട് നന്ദി പറയണം, അത്രമേൽ കാശ്മീരിനെ സമാധാനത്തോടെ സ്വതന്ത്രമാക്കി എന്നൊക്കെ. പക്ഷെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് കാശ്മീർ സമാധാനവും സുരക്ഷവും അറിഞ്ഞിട്ടേയില്ല. ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം പല നേതാക്കളും വീട്ടുതടങ്കലിലാണ്. ഇന്റർനെറ്റുകൾക്ക് മിക്കപ്പോഴും നിരോധനമാണ്. പൂഞ്ചിൽ സൈനിക വാഹനത്തിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് 5 സൈനികരെയാണ് എങ്കിൽ അവിടെ അനാഥമായത് 5 കുടുംബങ്ങൾ കൂടിയാണ്. ഇതൊക്കെ മുന്നിലുള്ളപ്പോൾ ആഭ്യന്തരമന്ത്രി നിങ്ങളുടെ നേട്ടങ്ങളാണ്, കോട്ടങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്, അതുകൊണ്ടുകൂടിയാണ് തല കുനിച്ചേ പറ്റൂ എന്ന് പറയേണ്ടി വരുന്നത്. ഇനി ഈ അമിത് ഷാ തല കുനിച്ച് എന്ന് പറയാൻ കാരണം കാശ്മീരിൽ അദ്ദേഹം നിലവിലത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് യോഗം നടത്തുകയാണ്. ഗതികേടിന്റെ യോഗം. വീമ്പു പറച്ചിലുകൾക്കൊടുവിൽ തല കുനിച്ച് യോഗം നടത്തേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് കൊട്ടി വിളിക്കുമ്പോൾ, അയോധ്യ അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ കാശ്മീർ ഒരു വിനയായി മാറുമോ എന്ന ഭയം നല്ലതുപോലെയുണ്ട്. കാരണം കാശ്മീർ വിഷയത്തിൽ കേന്ദ്രത്തിന് അനുകൂലമായ നടപടി വന്നു കഴിഞ്ഞതിന് പിന്നാലെയാണ് ഭീകരാക്രമണം സൈനികരുടെ ജീവൻ എടുത്തു തുടങ്ങിയത്. ഈ സംഭവത്തോടെ എന്താണ് കാശ്മീരിൽ നടക്കുന്നത് എന്ന പച്ചയായ കഥകൾ പുറത്തോട്ട് വരാനും തുടങ്ങി. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മണിപ്പൂരിൽ പോലും സമാധാനം പുലർത്താനാവാത്ത കേന്ദ്രം കാശ്മീർ കാര്യത്തിൽ ഇടപെടുന്നത്. തുടർച്ചയായ ഭീകരാക്രമണ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത്. ജമ്മു കാശ്മീരിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസ്, സൈന്യം, കേന്ദ്ര സായുധ സേന എന്നിവർക്കിടയിലേക്കാണ് അമിത് ഷായ്ക്ക് എത്തേണ്ടി വന്നിരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശത്ത് പ്രാദേശിക രഹസ്യാന്വേഷണ വിഭാഗത്തെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ആഭ്യന്തരമന്ത്രി യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിനു പുറമെ ഭീകരാക്രമണം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പദ്ധതി, ക്രമസമാധാന നില, UAPAയുമായുള്ള ബന്ധപ്പെട്ട കേസുകൾ, സുരക്ഷിതമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ എന്നിവയൊക്കെ യോഗത്തിൽ ചർച്ച ചെയ്യുകയാണ് അമിത് ഷാ. ഇതൊക്കെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടതെന്ന ആവശ്യകത എന്താണ്? കാരണം കാശ്മീർ സുരക്ഷിതമല്ല, അത്ര തന്നെ. ഇങ്ങനെ കാശ്മീർ സുരക്ഷിതമല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ BJPയുടെ സമാധാനവും സുരക്ഷിതവും ഒക്കെ. ഇവിടെ ഗവർണർ മനോജ് സിൻഹ, ചീഫ് സെക്രട്ടറി അടൽ ദള്ളു, ദേശീയ അന്വേഷണ ഏജൻസി DG ദിനകർ ഗുപ്ത, കേന്ദ്ര റിസർവ് പോലീസ് സേനയുടെയും അതിർത്തി സുരക്ഷാ സേനയുടെയും ഡയറക്ടർ ജനറൽമാർ, ജമ്മു കാശ്മീരിലെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേഖ, കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ എന്നിവരും യോഗത്തിന്റെ ഭാഗമായി. പാർലമെന്റിൽ പുകയുകയും കാശ്മീരിൽ ഭീകരാക്രമണവും മണിപ്പൂരിലെ വംശീയ കലാപവും ഒക്കെ ഈ ഭരണത്തിന്റെ മാത്രം നേട്ടങ്ങളാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തല കുനിക്കാതിരിക്കുക?